ഞാനും അമ്മയും കൂടെ മുള വെട്ടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. നാളെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അതിന് നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്, ഞാനും ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മുള വെച്ചിട്ട് കളിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ വീടിന് തൊട്ട് മുകളിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പണ്ട് ഇവിടെ കുറേ വന്നിരുന്നിട്ടുണ്ട് മാങ്ങ പറിക്കാനും പുളി പറിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ വന്നു. മുളവെട്ടലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് എൻ്റെ കസിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ചായ കുടിക്കാൻ പോവാന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും റെഡി ആയിട്ട് ഇറങ്ങി. എങ്ങോട്ടോന്നില്ലാത്ത പോക്കായിരുന്നു കേട്ടോ. പോയി എവിടേക്കോ എത്തി. നമ്മുടെ നാട്ടിലെ ഒതായി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പോണ വഴിക്കാണ് ഈ നല്ല ഭംഗിയുള്ള കാഴ്ച കണ്ടത്. കണ്ട പാടെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചാടി ഇറങ്ങി. കുറേ നേരം അവിടുത്തെ കാഴ്ച കണ്ടിരുന്നു കേട്ടോ. പാടവും വരമ്പും കൊക്കൊക്കെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ അധിക കാലമൊന്നും നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ. കുറേ നേരം നമ്മൾ അവിടെ നിന്നു കേട്ടോ. ചായ കുടിക്കാനാണ് ഇറങ്ങിയത് എന്നുള്ള കാര്യം തന്നെ മറന്നുപോയി. വീണ്ടും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വെള്ളച്ചാട്ടം കണ്ടത്. പിന്നെ അവിടെയും ചാടി ഇറങ്ങി. അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നിലമ്പൂർ റൂട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ, അതായത് ഉള്ളേരിയ വഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് ഇതുപോലെ ചോലകളും വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ഇറങ്ങി തിരിച്ച ദൗത്യം പൂർത്തിയാക്കിയത്. എന്താണ് ചായ. അപ്പോൾ വരുന്ന വഴിക്ക് നല്ലൊരു ചായക്കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി നമ്മൾ നല്ല ചായയും പക്കവടൊക്കെ വാങ്ങി കഴിച്ചു. ചായ എല്ലാം കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.